ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിൻറ്റീസ് വ്ലോഗ്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു മാമ്പഴത്തിൻ്റെ പെരക്ക്, മാങ്ങാപ്പെരക്ക്. നമ്മളെ ഇവിടെയെല്ലാം അങ്ങനെയാണെന്ന് പറയുക. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മാങ്ങാപ്പെരക്കാക്കാൻ വേണ്ടി കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് തരാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. മാങ്ങയുടെ അണ്ടി, മാങ്ങ കൊരത്ത എന്നെല്ലാം പറയും, മാങ്ങ അണ്ടി. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് മാങ്ങാപ്പെരക്കാക്കുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങ അരക്കും, കുറച്ച് മുളക് പൊടി, കുറച്ച് കടുക്, ഇതെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഇതിലേക്കിട്ട് പെരക്കി എടുക്കുകയെന്ന് ചെയ്യുക. അതാണ് മാങ്ങാപ്പെരക്ക്. എന്നിട്ട് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി പെരക്കി റെഡിയാക്കുകയെന്ന് ചെയ്യുക. അത് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ എല്ലാം മാങ്ങ അരിഞ്ഞെടുത്തു. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. മാങ്ങാപ്പെരക്കിന് ആവശ്യമുള്ള ഉപ്പിട്ട് എല്ലാം കൂടി കൈ കൊണ്ട് നല്ലവണ്ണം ചേർക്കാം. ഇങ്ങനെയൊന്ന് ഞെരടി ക്ലിയർ ആക്കി. അപ്പോൾ ഈ ഉപ്പെല്ലാം ഇതിന് നല്ലവണ്ണം ഇടാം. മാങ്ങ മുറിച്ചിട്ട് ആ അണ്ടിപ്പരട്ടക്കും മാങ്ങയുണ്ട്. ഞാൻ കൊരട്ടാന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. അതാണ് മാങ്ങയണ്ടിക്കും എല്ലാം നല്ലവണ്ണം ഉപ്പ് കൊടുക്കും. അതിൻ്റെ ശേഷം തേങ്ങ അരച്ച് വെച്ച ഇത്, മുളക്, തേങ്ങ, കടുക് ഇതെല്ലാം കൂടി ചേർത്തരച്ച് ഈ അരവ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് വീണ്ടും കൈകൊണ്ട് നല്ലവണ്ണം ക്ലിയറായിട്ട് പെരക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. അധികം വെള്ളമാക്കണ്ട, പെരക്കാണല്ലോ. അപ്പോൾ അധികം വെള്ളമാക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് രുചി ഉണ്ടാവില്ല. എന്നിട്ട് നല്ലൊരു കടുകും ചുവന്ന മുളകും കൂടി ഒന്ന് വറവ് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. വാവ്, അടിപൊളി! എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചോറും. അടിപൊളി മാങ്ങാപ്പെരക്കാണ്. ഇനി ഞാൻ ഇതിന് കടുകും മുളകും വറുത്തിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കറിക്ക് വറുത്തിടാം. ഗ്യാസ് വെക്കുന്നത് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്ന മുളക്, വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. കറിവേപ്പിലയെല്ലാം ഉണങ്ങിപ്പോയി. അതുകൊണ്ടിപ്പോൾ കറിവേപ്പില ഇടാത്ത കറിയാണ് ഇപ്പം ഞാൻ വെക്കുന്നത്. കറിവേപ്പിലേൻ്റെ മരം ഉണങ്ങിപ്പോയി. വെയിലിൻ്റെ ചൂട് കൊണ്ട്. വറ്റൽ മുളക് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി മാങ്ങാപ്പെരക്ക് ഇവിടെ റെഡി
ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് എല്ലാവരും ആക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അഭിപ്രായം അറിയിക്കണം. അടിപൊളി. വാവ്, സൂപ്പർ, നല്ല ടേസ്റ്റാണ്. ഒരു പാകത്തിന് പുളി, മധുരം, ഉപ്പ്, എരിവ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.